സാധാരണ നമ്മൾ എവിടെയും കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പ്ലേറ്റാണ് തരിക. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ നല്ല നാടൻ രീതിയിലുള്ള ഫ്രഷ് വാഴയിലയും കാര്യങ്ങളായിരുന്നു. അതിനുശേഷം അവരുടെ സ്പെഷ്യൽ ചമ്മന്തീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ചമ്മന്തിയും ഒരു തേങ്ങാ ചട്നിയും പിന്നെ എന്തോ ഒരു പേരറിയാത്തൊരു സാധനം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 മസാല ദോശയും 2 പ്ലെയിൻ റോസ്റ്റും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ചോളാപ്പൂരി ആയിരുന്നു. അത് ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്, കാരണം എനിക്ക് പേഴ്സണലി മസാല ദോശയാണ് ഭയങ്കര ഇഷ്ടമായത്. അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത സാധനമായിരുന്നു ചോള ഭട്ടൂര എന്ന് പറഞ്ഞൊരു ഐറ്റം. അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ 2 മസാലയും പിന്നെ ഒരു ചെറിയ പാത്രത്തിലുള്ള ഡിസൈനായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്ന നാരക ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളിയും ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ചോള ഭട്ടൂരി ഒരാൾക്ക് ഫുള്ളായിട്ട് കഴിക്കാനുള്ളതുണ്ട്. അത് കൂടാണ്ട് തന്നെ ഞാൻ പിന്നെ മസാല ദോശ കഴിച്ച് നോക്കിയായിരുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല രീതിക്കുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു. പിന്നെ ആംബിയൻസും അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ആംബിയൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലാണ് സീറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ വന്നിരുന്നാൽ പറ്റും. അതുപോലെ തന്നെ നല്ല വിശാലമായ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എവിടെയാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? വേറെ എവിടെയല്ല, നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ പോകുന്ന ശരവണ ഭവനിലാണ് നമ്മൾ ഇന്ന് കയറിയിരിക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ കർപ്പകം അക്കാഡമിക് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്. അപ്പോൾ ഈ റൂട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കൂടുതലായിട്ട് ഫോളോ ചെയ്ത് വയ്ക്കുക.